When I gained consciousness this morning out of my sleep, ഞാൻ ഇന്ന് പകൽ എൻ്റെ ഉറക്കം വിട്ട് ഉണർന്നപ്പോൾ there was a Bible verse going through my mind. എൻ്റെ മനസ്സിലൂടെ ഒരു വേദഭാഗം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. That normally doesn't happen to me. ഇത് സാധാരണയിൽ എനിക്ക് സംഭവിക്കുന്ന ഒരു വിഷയമല്ല. So I believe it is for you. ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ആ വേദഭാഗം നിങ്ങൾക്കുള്ള വേദഭാഗമാണ്. And it's a scripture found in 1 Peter 5 verse 6. 1 പത്രോസ് 5:6 ആ വേദഭാഗം. Where Peter says, "Therefore humble yourselves under the mighty hand of God, that he may exalt you in due time." അവിടെ പത്രോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആയതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. Casting all your care upon him, for he cares for you. നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു. Be sober, be vigilant, because your adversary the devil walks about like a roaring lion, seeking whom he may devour. നിങ്ങളുടെ പ്രതിയോഗിയായ ശത്രു ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിപ്പീൻ. When you go into ministry, you will find there are times of seeming defeat and failure. കർത്തൃ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ കടന്നു പോകുമ്പോൾ വേദനകളുടെയും നിന്ദകളുടെയും തോൽവികളുടെയും അവസരങ്ങൾ മുൻപിൽ ഉണ്ടായെന്നിരിക്കാം. But there will also be times of apparent success. ചിലപ്പോൾ വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞെന്നുമിരിക്കാം. And it is in these times that the enemy of your soul will try and seek to divert you. ഈ സമയങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കളുടെ പ്രതിയോഗി നിങ്ങൾക്ക് വിരോധമായി ഒരുപക്ഷെ പോരാടുവാൻ തക്കവണ്ണം തയ്യാറായെന്നുമിരിക്കാം. Because when you seem to be in defeat, he will attack you with thoughts of that you're not worthy, you are unable, you can't. നിങ്ങൾ കർത്തൃ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുമ്പോൾ നിങ്ങളെ കൊണ്ടത് ചെയ്യുവാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെന്നിരിക്കാം. And what he does, he takes your thoughts from the Lord to yourself. ദൈവത്തിന്റെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശത്രു എടുത്തു കളഞ്ഞെന്നിരിക്കാം. But likewise, if there is apparent success in your ministry, ആയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ he will come and make you think that you are someone special. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ശത്രു ഇപ്രകാരമുള്ള ചിന്തകൾ പാകും, നിങ്ങൾ ആരോ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്, You are better than the other person. മറ്റുള്ളവരെക്കാളും നിങ്ങൾ ശ്രേഷ്ഠനാണെന്നുള്ള ചിന്ത ഉള്ളിൽ പാകും. Look at the results of your ministry. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയുടെ ഫലം നിങ്ങൾ മനസ്സിലാക്കുക. But what is he doing? എന്താണ് ശത്രു ചെയ്യുന്നത്? He's taking your mind off the Lord unto yourself. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിങ്കിൽ നകറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ പര്യാപ്തമാക്കുകയാണ്. So what is God's remedy for you? എന്താണ് ദൈവം അവിടെ നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന പ്രതിവിധി? Peter said, humble yourself before the Lord. പത്രോസ് പറയുന്നു, നിങ്ങളെ തന്നെ ദൈവം മുൻപാകെ എളിമപ്പെടുത്തുവാൻ താഴ്ത്തുവാൻ തയ്യാറാകുക. To safeguard yourself from falling into Satan's trap. ശത്രുവിന്റെ തിന്മകൾക്കുള്ളിൽ വീഴാതെ ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ തക്കവണ്ണം ദൈവമക്കൾ തയ്യാറാകണം. You need to nurture an attitude of humility. നല്ല മനോഭാവമായ താഴ്മയുടെ മനോഭാവം പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുക. Jesus is our great example. യേശുവാണ് നമുക്ക് നല്ല മാതൃക. When he was on the top of the popularity list, യേശു തന്റെ ഉയർച്ചയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ, when he had fed the 5,000 men and the women and the children, 5000 വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും യേശു പോഷിപ്പിച്ചപ്പോൾ, and they said, let's just make him king. അവർ ആളുകൾ പറഞ്ഞു, നമുക്ക് അവനെ രാജാവാക്കാം. What did Jesus do? എന്നാൽ എന്താണ് യേശു അവിടെ ചെയ്തത്? He sent the people away. അവൻ ആളുകളെ പറഞ്ഞു വിട്ടു. He sent the disciples away. അവൻ ശിഷ്യന്മാരെയും പറഞ്ഞു വിട്ടു. And he went on the mountain to pray. അവൻ മലമുകളിൽ കയറി പിതാവുമായി സമയം പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവിട്ടു. There have been many men and women that have been successful in ministry. ശുശ്രൂഷയിൽ ഉയർച്ച പ്രാപിച്ച അനേക സ്ത്രീ പുരുഷന്മാരെ എനിക്ക് പരിചയമുണ്ട്. But they failed in their personal lives. എന്നാൽ അപ്പോൾ തന്നെ അവർ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയപ്പെട്ടവരുമാണ്. Stay strong in your personal relationship with Jesus. ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. Remember, it's not you, but Christ in you. മനസ്സിലാക്കൂ, നിങ്ങളല്ല പ്രത്യുത ക്രിസ്തു നിങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. God bless you, everyone. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.